ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ മുളകിട്ടതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സ്പൈസസ് എടുത്തിട്ടുള്ളൂ. ചെറിയൊരു കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, 3 കരയാമ്പൂ, ഒരു ഏലക്ക, പിന്നെ അതിലേക്ക് ഒരു 600 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതും ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു വലിയ തക്കാളി, പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ സവാള. പിന്നെ വേണ്ടത് ഇഞ്ചി, ഒരു 3/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഇത് രണ്ടും നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർക്കാം. ഞാനിപ്പോൾ മുഴുവനത്തോടുള്ളൊന്ന് ചതച്ച് അതും ചേർത്തിട്ടുണ്ട്. ഇവയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത്, ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, അതൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നമുക്ക് എരിവും കുറവായിരിക്കും, നല്ല തിക്ക് ഗ്രേവിയും നല്ല കളറും കിട്ടും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ചേർക്കട്ടെ, എന്നാൽ അതിന് നല്ലൊരു മണമൊക്കെ കിട്ടുള്ളൂ. എല്ലാം കൂടി കൈവച്ച് നന്നായി ഒന്ന് നന്നായി കുഴച്ചെടുക്കുക. മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്രേവി കുറച്ചധികം വേണ്ടവർക്ക് 1 ഗ്ലാസ്സോളൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ തീ നന്നായി ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായി തിളച്ച് വന്നതിന് ശേഷം നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ. അപ്പോൾ എന്താ വെച്ചാൽ ഉള്ളിയൊക്കെ വെന്ത് നല്ല ഗ്രേവി ആയിട്ട് വരും, കുറച്ചും കൂടിയും ഗ്രേവി വരും. അപ്പോൾ കണ്ടില്ല, ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഗ്രേവിയൊക്കെ കുറച്ചധികം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കപ്പോൾ ചെറിയ തീയിലിട്ട് വേവിക്കുമ്പോൾ ഉള്ളിയൊക്കെ വെന്ത് ഉടഞ്ഞ് നല്ല തിക്ക് ഗ്രേവി ആയിട്ടും, ഉള്ളിയൊക്കെ നമുക്കതിൽ ഇട്ടിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാവില്ല, അതേപോലെ തന്നെ ഉടഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി തിളച്ചതിന് ശേഷം തീ നന്നായി ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാം, മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ ഒന്നുകൂടി ഒന്ന് വേവാനുള്ളൂ. ഇപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ കണ്ട ഉടഞ്ഞ്, തക്കാളിയും ഉള്ളിയൊക്കെ സവാളയൊക്കെ നന്നായി ഉടഞ്ഞ് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും വേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറി ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും വെളിച്ചെണ്ണയുടെ. ഇപ്പം നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് റൈസിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് കുറച്ച് ഗ്രേവി കുറച്ചും കൂടി ലൂസാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മുളകിട്ടത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.